Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. So, in today's class, we are going for the next parts of current electricity. In the last class, we discussed about potential difference, volt, voltmeter, etc. In this class, let us continue. Starting with the dua Rabbi yassir wala tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay. Now continuing with the potential difference. So when and only a potential difference is there in a circuit, the current will flow. Continuing with that topic, there is a picture in your textbook, page number 108. You have a picture, let me draw it for you. A picture containing a U-shaped container. A valve is placed. Then what is the peculiarity? There are A and B tanks, containers, and there is a motor. A motor is placed which pumps water to the tank A and which receives water from tank B. Okay, there is a motor fixed. Okay, the pump has been used in such a way that same quantity of water is pumped back into the motor as pumped to it. എത്രമാത്രം പമ്പ് ചെയ്യുന്നുണ്ടോ വാട്ടർ, അത്രയും മാത്രം വാട്ടർ ബാക്ക് ടു ദ ഇവിടെ പോകുന്നുണ്ട്, ബാക്ക് ടു ദ മോട്ടർ പോകുന്നുണ്ട്. ഇങ്ങനെ എത്രമാത്രം പമ്പ് വാട്ടർ ഇങ്ങോട്ട് പോകുന്നുണ്ടോ അത്രയും മാത്രം വാട്ടർ മേളിലോട്ടും പോകുന്നുണ്ട്. ദ പമ്പ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് same quantity of water that flows from A to B per second is returned to A from B. ബിയിൽ നിന്ന് എയിലോട്ട് റിട്ടേണും ചെയ്യുന്നുണ്ട്. എത്രമാത്രം വാട്ടർ എ ടു ബി പെർ സെക്കൻഡ് ഫ്ലോ ചെയ്യുന്നുണ്ടോ അത്രയും മാത്രം വാട്ടർ ബി to A return ചെയ്യുന്നുണ്ട്. The pump has been used in such a way that same quantity of water that flows from A to B per second is returned to A from B. Why is there a continuous flow of water when the valve is opened? When this valve is opened, there will be a continuous flow of water. Why is that happening? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലേ, ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും എന്ത് സംഭവിക്കും, വാട്ടർ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ദ വർക്കിംഗ് ഓഫ് ദിസ് പമ്പ് which is an external source of power. External source of power. Because of the working of pump, which is an external source of power, continuous flow of water is possible in this diagram. Continuously water എന്തുകൊണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ഇവിടെ നമ്മളൊരു പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പിന് എന്തിന് കഴിയും? വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ കഴിയും. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ, ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടറാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവറാണ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ പമ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പമ്പ് ഹെൽപ്പ് to
maintain a potential difference the pump helps to maintain a potential difference and the flow of water was made possible കണ്ടിന്യൂസ്ലി. അപ്പോൾ നമുക്കിവിടെ എന്താണ് മനസ്സിലാവുന്നത്? ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ആ കറണ്ട് അല്ലെങ്കിൽ ആ ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് എനിത്തിങ് വിൽ ബി പോസിബിൾ ഇഫ് there is an external source of power. അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് നമ്മുടെ സർക്യൂട്ടിലും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് പവർ എന്തൊക്കെയായിരിക്കും നമ്മുടെ സർക്യൂട്ടിൽ? ഇലക്ട്രിക് സർക്യൂട്ടിൽ എക്സ്റ്റേണലി സോഴ്സ് ഓഫ് എനർജി നമുക്ക് വേണം, സോഴ്സ് ഓഫ് പവർ വേണം. അപ്പോൾ ഈ എക്സ്റ്റേണലി സോഴ്സ് ഓഫ് പവർ എന്തൊക്കെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ സോഴ്സസ്? ജനറേറ്റർ ഉപയോഗിക്കും, ദെൻ സെല്ല് ഉപയോഗിക്കാം, ബാറ്ററി ഉപയോഗിക്കാം, അല്ലേ? ഏതൊക്കെയാ? സെല്ല്, ജനറേറ്റർ, സെല്ല്, ബാറ്ററി. ഇതൊക്കെ നമുക്ക് സർക്യൂട്ടിൽ എക്സ്റ്റേണൽ ആയിട്ട് വെച്ചാൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് കറണ്ട് സാധ്യമാകും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യത്തുള്ളൂ. അപ്പം സോളാർ സെല്ല് വേറൊരു എക്സാമ്പിളാണ്. ജനറേറ്റർ, സെല്ല്, സോളാർ സെല്ല്, ബാറ്ററി, ഇതൊക്കെ എക്സ്റ്റേണൽ സോഴ്സസിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടേമാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈസ് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണ്? എബിലിറ്റി of a circuit to maintain a potential difference between the ends of a conductor. EMF. EMF is the electromotive force which is the ability to maintain the potential difference between the ends of a conductor. ഒരു സർക്യൂട്ടിൽ കണ്ടക്ടറിൻ്റെ എൻഡ്സിൽ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അതിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. The EMF of a source of current is the potential difference between its ends when the source is an open circuit. അപ്പോൾ സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഇതൊരു കണ്ടക്ടറാണ്, ഇവിടെ ഞാൻ സോഴ്സ് കണക്ട് ചെയ്തിട്ടില്ല. സോഴ്സ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്, ഞാനിത് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ EMF എന്ന് പറയുന്നത് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവാണ്. വെൻ ദ സോഴ്സ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, സോഴ്സ് കൊടുക്കാത്ത സമയത്ത്. ദ EMF ഓഫ് എ സെൽ ഈസ് മെഷേർഡ് ഇൻ യൂണിറ്റ് വോൾട്ട്. ഇതെല്ലാം വോൾട്ടിലാണ് മെഷർ ചെയ്യുന്നത്. EMF വോൾട്ടിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി
എനർജി ചേഞ്ചസ് സംഭവിക്കുകയാണല്ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനർജി ചേഞ്ച് ചെയ്യണം, ഹയർ എനർജി ടു ലോവർ എനർജി. ഒരു കൺവേർഷൻ ഓഫ് എനർജീസ് നമ്മൾ സെൽസിൽ നടക്കുന്നുണ്ട്. എങ്ങനത്തെ കൺവേർഷൻ ഓഫ് എനർജീസ് ആണ് നടക്കുന്നത്? ജനറേറ്ററിൽ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുക്കുമ്പം ജനറേറ്റർ അത് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു അല്ലേ. മെക്കാനിക്കലി നമ്മൾ എനർജി കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ് ജനറേറ്റർ. സെല്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് കെമിക്കൽ എനർജീസ് ഉണ്ടാവും. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യലാണ് സെല്ലിൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ഇൻ ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി നമുക്ക് രണ്ട് കമ്പാരിസൺസ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു സർക്യൂട്ട് നമ്മൾ കണ്ടു, ഒരു സെല്ല് 6.1B എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് നമ്മൾ കണ്ടു. ഒരു സെല്ലുണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, അതേപോലെ ഒരു ബൾബുണ്ട് ആ ഒരു സർക്യൂട്ടിൽ. അതേപോലെ നമ്മളുടെ 6.5ൻ്റെ ഫിഗറിൽ ഒരു പമ്പുണ്ട്, പമ്പിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്, വെള്ളം വലിക്കുന്നതുമുണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്തൊക്കെയാണ്? വാട്ടർ സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടുമാണ് ഇത് രണ്ടും അല്ലേ. അപ്പം വാട്ടർ സർക്യൂട്ടിൽ പമ്പാണെങ്കിൽ ആ പമ്പിന് പകരം നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ് വന്നിട്ടുള്ളത്? വാട്ടർ സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട്. വാട്ടർ സർക്യൂട്ടിൽ പമ്പ് വന്നു, ഇലക്ട്രിക് സർക്യൂട്ടിൽ അതിന് പകരം വന്നത് സെല്ലാണ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ അതിന് പകരം സെല്ലാണ്. പമ്പിനെ പോലെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ടിൽ സെല്ലാണ് അതിനെ കണ്ടിന്യൂസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ സഹായിക്കുന്ന കാര്യം സെല്ലാണ്. പിന്നെ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് സർക്യൂട്ടിലുണ്ട്. അപ്പം എവിടെയാണ്, എന്തിൻ്റെ ഫ്ലോ ആണ് വാട്ടറിൽ? ഇലക്ട്രിക് ചാർജ് ഇൻ സെൽസ് അല്ലെങ്കിൽ ഇൻ സർക്യൂട്ട്സ്. ഹിയർ ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് വാട്ടർ. ഫ്ലോ ഓഫ് വാട്ടർ ആണ് വാട്ടർ സർക്യൂട്ടിലുള്ളത്. ഫ്ലോ ഓഫ് വാട്ടർ ആണ്. ഇലക്ട്രിക് സർക്യൂട്ടിലുള്ളത് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ, അല്ലെങ്കിൽ ചാർജ്. പിന്നെ വാൽവ് ഉണ്ടല്ലോ, വാൽവിന് പകരം വാൽവ് ഓപ്പൺ ചെയ്താൽ മാത്രമല്ലേ കറണ്ട് ഫ്ലോ ചെയ്യൂ. അതേപോലെ വാൽവിന് പകരം നമ്മുടെ സർക്യൂട്ടിൽ എന്താ ഉള്ളത്? വാൽവ് നമ്മുടെ സർക്യൂട്ടിൽ സ്വിച്ച്. വാൽവിന് പകരം നമ്മുടെ സർക്യൂട്ടിൽ സ്വിച്ച് ആണുള്ളത്. സോ പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ ദർ ഈസ് എ സോഴ്സ് ഓഫ് EMF വിച്ച് ഈസ് എസെൻഷ്യൽ to maintain a potential difference between the ends of the conductor and to maintain a flow of current through the conductor. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു സർക്യൂട്ടിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, മെഷർ ചെയ്യാൻ we have a device called voltmeter. This voltmeter is connected parallelly to the കണ്ടക്ടർ വെയർ ഇറ്റ് മസ്റ്റ് ബി മെഷേർഡ്. അപ്പം നമ്മളുടെ സർക്യൂട്ട് ഒന്ന് വരച്ചേ. വോൾട്ട് മീറ്റർ എങ്ങനെയാണ് പാരലലി കണക്ട് ചെയ്യുന്നത് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഐ വിൽ ഹാവ് എ സെൽ, പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളൊരു സെല്ലുണ്ട്. ഇതിനെ ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബൾബിന് അക്രോസ് ആയിട്ട് എനിക്ക് വോൾട്ടേജ് മെഷർ ചെയ്യണം. അപ്പോൾ ഞാൻ വോൾട്ട് മീറ്റർ ബൾബിന് അക്രോസ് ആയിട്ട് വെച്ചു. വോൾട്ട് മീറ്ററിൻ്റെ ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. ലെങ്ത്ത് കൂടിയ ടെർമിനൽ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യും. വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവായിട്ടും വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്റർ പാരലലി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ബിക്കോസ് വോൾട്ടേജ് ഈസ് മെഷേർഡ് അക്രോസ് എനി കണ്ടക്ടർ. വോൾട്ടേജ് അക്രോസ് എനി പോയിൻ്റ് ആണ് നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്നത്. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കോമ്പിനേഷൻ ഓഫ് സെൽസ്.
When the cells are connected in a particular way, there are many characteristics that cells will show. രണ്ട് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ഉണ്ട്. സീരീസും ഉണ്ട്, പാരലലും ഉണ്ട്. In series connection, the cell is connected one after the other. One after the other. In a series connection, the cells will be connected one after the other. In a series connection, the first point is the current through a series connection is same. ഇതിൽ എല്ലാത്തിനും കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഒന്ന് തന്നെയാണ്. ഐ എന്ന് പറയുന്ന കറണ്ട് ആണെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന എല്ലാ കറണ്ടും ഐ എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അതായത് ഇവിടെ സീരീസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഇതിപ്പോൾ 1.5 വോൾട്ട് ആണെങ്കിൽ ഇതൊരു 1.5 അല്ലെങ്കിൽ പോട്ട് 2 വോൾട്ട് ഉള്ള ഒരു ബാറ്ററി ആണെങ്കിൽ ഇത് അങ്ങോട്ട് പോകും തോറും സീരീസിൽ മൊത്തത്തിൽ ഇൻറ്റേർണലി റെസിസ്റ്റൻസ് ഉള്ളത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻറ്റേർണലി ഉള്ള റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദ കറണ്ട് ഇൻ ദ ടോട്ടൽ സർക്യൂട്ട് ഇൻക്രീസസ് അണ്ടർ ഹൈ വോൾട്ടേജ്. Current increases in high voltage. Current increases in high voltage. The total EMF of the all of the cell is the sum of EMF. അതായത് ഈ EMF പ്ലസ് ഈ EMF പ്ലസ് ഈ EMF, അതായത് 2+2+2 എത്രയാണ്? EMF സംസ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2+2+2 6 വോൾട്ടാണ് ടോട്ടൽ EMF. അപ്പം സീരീസ് കണക്ഷനിൽ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ സീരീസ് കണക്ഷനിൽ കറണ്ട് തുല്യമായിരിക്കും. എല്ലാ സെല്ലിലും കറണ്ട് സെയിം ആയിരിക്കും. ഓരോ EMFും ആഡപ്പ് ചെയ്താണ് സീരീസിൽ ടോട്ടൽ EMF നമ്മൾ എടുക്കുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻ സീരീസ് കണക്ഷൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഗെറ്റ്സ് ഇൻക്രീസ്ഡ്. പിന്നെന്താ പറഞ്ഞത്? കറണ്ട് വിൽ ഇൻക്രീസ് വെൻ ഹൈ വോൾട്ടേജ് ഈസ് ഗിവൺ. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് എന്തായാലും കൂടും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ സീരീസിൻ്റെ ഒറ്റയടിക്ക് പറഞ്ഞു. അപ്പോൾ പാരലൽ എങ്ങനെ പറയും? ഇൻ പാരലൽ കണക്ഷൻ ഇതേപോലെയാണ് പാരലലി കണക്ട് ചെയ്യുന്നത്. നമ്മുടെ സെൽസ് ഇതുപോലെ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ സെൽസ് കണക്ട് ചെയ്യുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതുപോലെ പാരലലി ബാറ്ററി ഇടുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത, ഫസ്റ്റ് പോയിന്റ് ഇവിടെ കറണ്ട് സെയിം ആയിരുന്നു അല്ലേ? നമ്മൾ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടെ I എന്ന് പറയുന്ന കറണ്ട് ആണെങ്കിൽ ഇവിടെ കയറുന്നത് I1, രണ്ടാമത്തെ സെല്ലിൽ I2, മൂന്നാമത്തെ സെല്ലിൽ I3. അപ്പം ഫസ്റ്റ് പോയിന്റ് കറണ്ട് സ്പ്ലിറ്റ് ടു I1 എക്സെട്ര IN ടു ഡിഫറൻറ്റ് സെൽസ്, അല്ലെങ്കിൽ ബ്രാഞ്ചിങ് എന്ന് പറയാം. കറണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ സെല്ലിലോട്ടും പല ടൈപ്പ്
ഓഫ് പല amount ഓഫ് കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഒരു കറണ്ടിന് അതിൻ്റെ വോൾട്ടേജ് അനുസരിച്ച് കറണ്ട് പാസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ പല പല വോൾട്ടേജസ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതല്ല. ഇതിന് 1.5 ഇതിന് 2 ഇതിന് 3 ആണെങ്കിൽ അതേപോലെ ഇതിൻ്റെ റെസിസ്റ്റൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ഓഫ് കറണ്ട് ആയിരിക്കും നമുക്കവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ബ്രാഞ്ചസ് ആയിട്ട് പോകും. ഇവിടെയാണെങ്കിൽ കറണ്ട് സെയിം ആണ്, ഇവിടെ കറണ്ട് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് സെൽ. രണ്ടാമത്തെ പോയിൻ്റ്, ഇഫ് ഓൾ ദ സെൽസ് ഹാവ് ഈക്വൽ EMF ഓഫ് എ സിംഗിൾ സെൽ ഈസ് എ ടോട്ടൽ EMF. അതായത് ഇപ്പം ഞാൻ പറയുന്നു ഈ ഒരു സെല്ലിന് 2 വോൾട്ടാണ് EMF, ഇവിടെയും 2 വോൾട്ടാണ്, ഇവിടെയും 2 വോൾട്ടാണ്. ടോട്ടൽ EMF എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സിംഗിൾ സെല്ലിൽ എത്രയാണ് EMF? ഇഫ് ഇറ്റ് ഈസ് സെയിം, ഒരു സിംഗിൾ സെല്ലിൽ 2 വോൾട്ടാണ് EMF എങ്കിൽ ടോട്ടൽ EMFും 2 വോൾട്ട് ആയിരിക്കും. When the same EMF is in each cell in parallel connection, total EMF will be the same as the single cell. അപ്പോൾ എന്താ സംഭവം? ഓരോ സെല്ലിലും ഒരേ വോൾട്ടേജ് ആണ്, EMF ആണ് വരുന്നത്. 2 അല്ലെങ്കിൽ 1.5 ഏതെങ്കിലും ഒരു വോൾട്ടേജ്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2, ഇവിടെയും 2 വോൾട്ട്. EMF സെയിം ആണ് എങ്കിൽ ഇവിടുത്തെ മൊത്തത്തിലുള്ള EMF ടോട്ടൽ EMF ചെയ്യുന്നതും 2 വോൾട്ട് തന്നെയായിരിക്കും. EMF of single cell equal to total EMF ബ്രാക്കറ്റിൽ when all cells have same EMF. When all the cells have same EMF of a single cell is equal to ടോട്ടൽ EMF. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, 6 വോൾട്ട് വരുന്നില്ലേ? ഇവിടെ ആണെങ്കിലോ 2 വോൾട്ടേ വരത്തുള്ളൂ ടോട്ടൽ EMF. അപ്പം ഈ ടോട്ടൽ EMF കുറഞ്ഞു, ഇവിടെ ടോട്ടൽ EMF കൂടി, ഇവിടെ ടോട്ടൽ EMF കുറഞ്ഞു അല്ലേ? ആണ്. ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് വെരി ലോ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് RI ലോ ആണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ ഞാൻ RI എന്ന് വിളിച്ചു. It is very low in parallel circuit. More current can be made available for a longer time under low voltage. Low voltage കൊടുത്താൽ കൂടുതൽ സമയത്തേക്ക് കറണ്ടിനെ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, കറണ്ടിനെ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. ഓക്കെ, current will be available for a longer period of time when very low voltage is given. അതും കൂടെ എഴുതിക്കോ. 4th പോയിന്റ്, current is available for a longer period of time in parallel connection when low voltage is given. അപ്പോൾ ഇനി കുഞ്ഞ് എക്സാമ്പിൾസ് ആലോചിച്ച് നോക്കുക. നമ്മളെ TV-യിൽ റിമോട്ട് ഉണ്ട്. TV-യുടെ റിമോട്ട് നമ്മൾ ബാറ്ററീസ് ഇടുന്നത് എങ്ങനെയാണ്? ഒന്നിന് പിറകെ ഒന്നായിട്ടാണോ അതോ ഇങ്ങനെ നിരത്തിയാണോ ഇടുന്നത്? ഒന്നിന് പിറകെ ഒന്നായിട്ടാണ്, സീരീസ് കണക്ഷനിലാണ് TV-യുടെ ബാക്കപ്പ് റിമോട്ട്, TV-യുടെ റിമോട്ടിൻ്റെ ബാക്കിലുള്ള ബാറ്ററീസ് ഇടുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇഫ് 4 cells of 1.5 volt each are connected in series, what is the total voltage? സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്. 4 സെൽസ് ഉണ്ട്. ഈ സെൽസിനെ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, 1.5 വോൾട്ട് ഈച്ച്. ഇതിനും 1.5 ആണ്, ഇതിനും 1.5 ആണ്, ഇവിടെയും 1.5 വോൾട്ട് ആണ്. അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ EMF? 1.5നെ 4 വട്ടം കൂട്ടണം അല്ലേ? ഇതിനല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 1.5 × 4 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്താ കിട്ടുന്നത്? 6 വോൾട്ട് എന്ന് കിട്ടും അല്ലേ? 6 വോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ EMF. ഈ സെല്ലിന് വേറെ രീതിയിൽ സർക്യൂട്ട് സിമ്പൽ ഉണ്ടല്ലോ. എങ്ങനെയാണ് ആ സർക്യൂട്ട് സിമ്പൽ? സെല്ലിൻ്റെ സർക്യൂട്ട് സിമ്പൽ എങ്ങനെയാണ്? നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്. ഇത് 1.5, ഇത് 1.5, 1.5, here also 1.5. ഓക്കെ, ഇതാണ് സെല്ലിൻ്റെ സീരീസ് കണക്ഷൻ. ഓക്കെ, അപ്പം ആൻസർ 6 വോൾട്ടാണ് ടോട്ടൽ EMF.
ഇനി another question. How can you convert 4 cells of 1.5 volt to obtain 3 volt? ഇവിടെ എന്താ സംഭവം? 1.5 ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനേക്കാളും വലിയൊരു വോൾട്ടേജ് ആണ് 6 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് 3 വോൾട്ട് മതിയെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? എനിക്ക് ഔട്ട്പുട്ട് 3 വോൾട്ട് മതി. ഞാൻ ഏത് കോമ്പിനേഷൻ ഉപയോഗിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഔട്ട്പുട്ടിൽ 3 വോൾട്ടേജ് മതി. ഇതും കൂടെ ചെയ്യുമ്പോൾ നിർത്താം. ഐ വോണ്ട് 3 വോൾട്ടേജ് ആസ് ഔട്ട്പുട്ട്. സെൽസൊക്കെ 1.5 വോൾട്ടുള്ള സെൽസാണ്. 4 എണ്ണവും ഉണ്ട്. എങ്ങനെ ഞാൻ കൊടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 1.5ൻ്റെ കൂടെ ഞാനൊരു 1.5ഉം കൂടെ സീരീസ് ആയിട്ട് കൊടുത്തു. ഐ ഗേവ് ഇറ്റ് ആസ് സീരീസ്. അപ്പോൾ 1.5 + 1.5 എന്ന് പറഞ്ഞാൽ എത്രയായി? 3 വോൾട്ടായി. അപ്പോൾ ഇവിടെ 3 വോൾട്ടായേ. ഇനി ഈ 3 വോൾട്ടിനെ ഞാൻ പാരലലി കൊടുത്തു. എന്നിട്ട് സെയിം 1.5 വോൾട്ട് 1.5 വോൾട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെയും എനിക്ക് ഈക്വലൻ്റ് 3 വോൾട്ട് അല്ലേ. അപ്പോൾ ഈ 3 വോൾട്ടും ഈ 3 വോൾട്ടും എനിക്ക് പാരലലായിട്ടാണ് കിട്ടിയത് അല്ലേ. സോ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സിംഗിൾ സെല്ല്, ഇതിപ്പോൾ 3 വോൾട്ടാണ് ഇഫക്റ്റീവായിട്ട് വന്നേക്കുന്നത്. ഈ സിംഗിൾ സെല്ലിൽ എത്ര വോൾട്ടേജ് ഉണ്ടോ, ഇഫ് ദ ബോത്ത് ദ വോൾട്ടേജസ് ഓഫ് ദ സെൽസ് ആർ സെയിം, ഇവിടെയും 3 വോൾട്ടാണ്, ഇവിടെയും 3 വോൾട്ടാണ്. ഒരു സിംഗിൾ സെൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ എത്ര വോൾട്ട് വന്നു? 3 വോൾട്ട് വന്നു. അപ്പോൾ ടോട്ടൽ EMF എത്രയാണ്? 3 വോൾട്ടാണ്. അപ്പോൾ എനിക്ക് 3 വോൾട്ട് കിട്ടാനുള്ള മാർഗ്ഗം എന്താണ്? ആദ്യം 2 എണ്ണം സീരീസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതേ വോൾട്ടേജ് തന്നെ എനിക്കിവിടെ വരത്തക്ക രീതിയിൽ 1.5 + 1.5 സീരീസ് ആയിട്ട് കൊടുക്കുക. ഇത് രണ്ടും പാരലലി കണക്ട് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ദ ഫിഗർ ഫോർ ഡ്രോയിങ് ദ വോൾട്ടേജ് ടു ബി ഒബ്റ്റെയിൻഡ് ആസ് 3 വോൾട്ട്. എഫക്റ്റീവ് വോൾട്ടേജ് 3 വോൾട്ടായിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻസ് ഓഫ് സെല്ല്, സീരീസ് ആൻഡ് പാരലൽ ഒക്കെ പഠിച്ചു അല്ലേ. സീരീസ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, പാരലൽ വരയ്ക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഓരോന്നിനും കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സീരീസ് ആണെങ്കിൽ നമ്മൾ വോൾട്ടേജസ് ഒക്കെ ആഡ് ചെയ്ത് എഴുതണം. അതേപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടും. പക്ഷേ പാരലൽ കണക്ഷൻ്റെ ഗുണം എന്താണ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? ലോങ്ങർ ടൈമിന് കറണ്ട് അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ നമുക്ക് ലോങ്ങർ ടൈമിൽ നമുക്ക് കറണ്ട് അവൈലബിൾ ആയിരിക്കും. ലോ വോൾട്ടേജ് കൊടുക്കുകയല്ലേ, ലോങ്ങർ ടൈമിന് കറണ്ട് അവൈലബിൾ ആയിരിക്കും ഇൻ പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് വോൾട്ടേജ് ഒക്കെ കുറയത്തേ ഉള്ളൂ. സീരീസിലാണെങ്കിൽ ഇതൊക്കെ കൂടും അല്ലേ, എഫക്റ്റീവ് വോൾട്ടേജ് ഒക്കെ കൂടും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സീരീസിൽ കൂടുതലാണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പാരലലിൽ കുറവാണ്. അപ്പോൾ സീരീസിൻ്റെയും പാരലലിൻ്റെയും വ്യത്യാസങ്ങൾ പഠിച്ച് വച്ചേക്കുക. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് with electric current. We will discuss electric current in the next class. Okay, I hope you understood this class. Assalamu alaikum wa rahmatullahi wa barakatuh.